CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. SSLC പ്ലസ് 2 പരീക്ഷകൾ തിങ്കളാഴ്ച തുടങ്ങും. രാവിലെ 9:30 മുതൽ 9:45 വരെയാണ് കൂൾ ഓഫ് ടൈം. റമദാനും മാർച്ചിലെ ചൂടുകാലാവസ്ഥയും പരിഗണിച്ച് സ്കൂൾ വാർഷിക പരീക്ഷകൾ എഴുതുന്ന 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും പരീക്ഷകൾ രാവിലെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേനടയിലെ നവീകരിച്ച മഞ്ജുളാൽ തറയും പുതിയ വെങ്കല ഗരുഡശില്പവും ഭക്തർക്ക് സമർപ്പിച്ചു. ക്ഷേത്രനഗരിയിലെത്തുന്ന 10,000ങ്ങൾക്ക് പുതിയ മഞ്ജുളാൽ തറയും ഗരുഡശില്പവും ഭക്തിയാനന്ദമേകും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരിപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. 18 ദേശത്തിനും പാരമ്പര്യാവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നാണ് പറ പുറപ്പെട്ടത്. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക്. ഞായറാഴ്ച പെത്രയത്തെ ആയി ആചരിക്കും. തിങ്കളാഴ്ച മുതൽ യേശുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച് വലിയ നോമ്പിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കും. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ ബൈക്കുമറിഞ്ഞ അപകടം, യുവതിക്ക് പരിക്കേറ്റു. വെളിയംകോട് അയ്യോട്ടിച്ചിറ സ്വദേശിനി 20 വയസ്സുള്ള നസീലയെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ വെളിയംകോട് മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ബൈക്കു നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്ക്. എയ്യാൽ മന്ത്രവാദി സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കൊളങ്ങാട്ടിൽ മൊയ്തീന്റെ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് ഷാനാണ് പരിക്കേറ്റത്. അമൃതമിത്രം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ കുടുംബശ്രീ വളണ്ടിയർമാർക്കുള്ള യൂണിഫോം വിതരണോദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ ജനപ്രതിനിധികളുടെ സംഗമം നടത്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 96,000 രൂപയുടെ ധനസഹായം നൽകും. വടക്കേക്കാട് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തീരദേശ മാനസികാരോഗ്യ പരിശീലനം നടത്തി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും സംഗീത സായാഹ്നവും നടത്തി. കോട്ടോൽ മഹല് സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ മഹൽ വിഷൻ സൗജന്യ അടുക്കളത്തോട്ടം പദ്ധതി മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സാന്ത്വന പരിചരണ പരിശീലനം സംഘടിപ്പിച്ചു. മികച്ച ജൈവ കർഷകയായ ഷീജയുടെ കൃഷിയിടത്തിൽ നടത്തിയ ശൈത്യകാല പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി. കണ്ടാണശ്ശേരിയിലെ 1 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിന്റെ ഒരു ഭാഗത്തു നടത്തിയ കേബേജ്, കോളിഫ്ലവർ, കാരറ്റ് എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. ചിത്രകലാരംഗത്തെ ആചാര്യൻ ഗണപതി മാസ്റ്ററുടെ 86ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഗുരുസ്മരണീയം ഞായറാഴ്ച പൊന്നീർകുളം ആർട്സ് ഗാലറിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗമായിരിക്കെ RSS കൊലപ്പെടുത്തിയ ഷിഹാബുദ്ദീന്റെ 10ാം രക്തസാക്ഷി ദിനം ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അർഹതപ്പെട്ട മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSKTU ചാവക്കാട് മണലൂർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.